ഹായ് എവ്രി വൺ, എല്ലാവർക്കും സുഖമാണോ? യൂഷ്വലി ഞാനും സുഖമാണെന്ന് പറയാറുണ്ട്. ബട്ട് സത്യം പറഞ്ഞാൽ ഇപ്പം അത്ര സുഖത്തിലല്ല. ഐ എം ഗോയിങ് ത്രൂ എ വെരി ടഫ് ടൈം ഇൻ മൈ ലൈഫ്. നമ്മളിങ്ങനെ പല ദുരന്തങ്ങളും കേൾക്കുമ്പോൾ, ഇപ്പോൾ ലാൻഡ് സ്ലൈഡ് ആയാലും അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളൊക്കെ കേൾക്കുമ്പം വി വിൽ തിങ്ക് റൈറ്റ്, അവർ കിടന്നുറങ്ങുമ്പോൾ അവർ ആലോചിക്കുന്നില്ലല്ലോ നെക്സ്റ്റ് ഡേ അവരുടെ ലൈഫ് ഇങ്ങനെയാണ് മാറാൻ പോകുന്നത് എന്നുള്ളത്. സോ സിമിലർലി ഒരു സിറ്റുവേഷനിലൂടെ ഞാനും പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം ഇരുട്ടി വെളുത്തപ്പോഴത്തേക്കും a lot of things changed in my life. So I thought I'll just share it. എക്സാക്ട്ലി എനിക്ക് എന്താണ് സിറ്റുവേഷൻ എന്നുള്ളത് ഷെയർ ചെയ്യാൻ പറ്റില്ല, ബിക്കോസ് ഇറ്റ്സ് ടു പേഴ്സണൽ. എന്നാലും ഞാൻ കുറച്ചായിട്ട് സത്യം പറഞ്ഞാൽ ഈ കണ്ടൻറ്റും ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചതാണ്. നമ്മുടെ റിട്രീറ്റ് ടു റിഫ്ലക്റ്റ് ക്യാമ്പ് വാഗമണിൽ നടന്നിരുന്നു ഇതിൻ്റെ മുന്നത്തെ സാറ്റർഡേ ആൻഡ് സൺഡേ ആയിട്ട്. അപ്പം ഞാൻ അങ്ങോട്ട് പോകുന്ന വഴിക്ക് ആക്ച്വലി ഞാൻ ഷൂട്ടൊക്കെ ചെയ്തു, പക്ഷേ പോസ്റ്റ് ചെയ്യാനോ ഒന്നിനും പറ്റുന്നൊരു മാനസികാവസ്ഥയിലൂടെ അല്ല പോയിക്കൊണ്ടിരിക്കുന്നത്. കുറുന്തോട്ടിക്കും വാദം എന്ന് പറയുന്നൊരവസ്ഥയാണല്ലോ. ബട്ട് അത് സംഭവിക്കാൻ പാടില്ലായിരിക്കൊന്നുമില്ല കേട്ടോ. സൈക്കോളജിസ്റ്റാണ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് സങ്കടം ഉണ്ടാവാൻ പാടില്ല എന്നോ, നമുക്ക് സ്ട്രെസ് ഉണ്ടാവാൻ പാടില്ല എന്നോ, ബേൺ ഔട്ട് ഉണ്ടാവാൻ പാടില്ല എന്നോ ഒന്നുമില്ല. ഇത് പറയുന്നവരോട് നമ്മൾ സ്ഥിരം ചോദിക്കുന്ന ചോദ്യമാണ്, കാർഡിയോളജിസ്റ്റിന് ഹാർട്ട് അറ്റാക്ക് വരില്ലേ എന്നുള്ളത്. സോ ഇറ്റ്സ് ദ സെയിം സിറ്റുവേഷൻ. ഇൻഫാക്റ്റ് ഓഗസ്റ്റ് തൊട്ട് ഞാൻ പറയുന്നുണ്ട്, ഓഗസ്റ്റ് മാസം മുതൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾക്ക് തുടക്കം കുറിച്ചു. അതിൻ്റെ പ്രോഗ്രാം നടത്തുന്നത് ഒഴിച്ച് ബാക്കിയെല്ലാം ഞാൻ ഷൂട്ട് ചെയ്തിട്ടിട്ടുണ്ടായിരുന്നല്ലോ. ജസ്റ്റ് വ്ളോഗ്സ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ട്രിവാൻഡ്രത്ത് നടന്ന കാര്യങ്ങളൊക്കെ. ആ പ്രോഗ്രാമിൻ്റെ ഷൂട്ട് ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇൻഫാക്റ്റ്, പക്ഷെ എനിക്കത് ഇതുവരെ അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. സോ പ്രോഗ്രാം വാസ് ഓൺ 30th ഓഗസ്റ്റ്. 31st ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോന്നു. സോ ദിസ് ഇസ് ലൈക്ക് എൻ്റെ വീടാണ് ഇവിടെ കാക്കനാട്. ഞാൻ എറണാകുളത്തേക്ക് പോന്നു. ഫസ്റ്റ് കഴിഞ്ഞ് 2nd ഞാൻ തിരിച്ചു പോകാനിരുന്നതാ, ദ പ്ലേസ് വേർ ഐ ലിവ്. പക്ഷേ 2nd മോർണിംഗ് തൊട്ട് ഇന്നിപ്പോൾ 11th സെപ്റ്റംബറാണ്, ഇന്ന് വരെ നടക്കുന്ന കാര്യങ്ങളെല്ലാം എനിക്ക് ഭയങ്കര സിനിമാറ്റിക്കാണ്. നടക്കുന്ന കുറേ ട്വിസ്റ്റുകളും കുറേ അപ്സും ഡൗൺസും. നമ്മൾ പറയുമല്ലോ എല്ലാവരുടെയും ജീവിതത്തിൽ ഓരോ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാകും എന്നൊക്കെ. ഇതെല്ലാം എന്താ പറയുക, ആരാൻ്റെ അമ്മയ്ക്ക് ഭ്രാന്ത് പിടിച്ചാൽ കാണാൻ നല്ല ശീലമാണെന്നൊക്കെ പറയുന്ന പോലെ എൻ്റെ പ്രശ്നമായിപ്പോയി. വല്ലവൻ്റെയും പ്രശ്നമായിരുന്നെങ്കിൽ ഇപ്പോൾ ഉപദേശിച്ച് തകർക്കായിരുന്നു എന്നൊക്കെ പറയുമല്ലേ. അല്ല, നമുക്ക് എല്ലാവരുടെയും പ്രശ്നം ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ ഇതിങ്ങനെ കുറേ കാര്യങ്ങളിങ്ങനെ ബാക്ക് ടു ബാക്ക് നടക്കുന്നു. പക്ഷെ നമുക്ക് നമ്മുടെ വർക്കിലൊന്നും കോംപ്രമൈസ് ചെയ്യാൻ പറ്റത്തില്ല. ചുറ്റും നടക്കുന്ന കാര്യങ്ങളിൽ നമുക്ക് ആരെ വിശ്വസിക്കാൻ പാടില്ല എന്നറിയില്ല. ലൈക്ക് ടോട്ടലി ഒരു ഭയങ്കര മെസ്ഡ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനാണ്. പക്ഷേ ഇതിൻ്റെ ഒക്കെ ഇടയിൽ നമുക്ക് സെഷൻസ് നടത്തേണ്ടതുണ്ട്. അത് ചെയ്യാതിരിക്കാൻ പറ്റില്ല, ബിക്കോസ് വർക്ക് കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ ഇടയിലാണ് വാഗമണിലെ ക്യാമ്പ് വരുന്നത്. ഇതൊക്കെ നമ്മൾ നേരത്തെ കമ്മിറ്റ് ചെയ്തതായതുകൊണ്ട് നമ്മുടെ പ്രശ്നങ്ങൾ ഇൻ ബിറ്റ്വീൻ വരുമ്പോഴൊന്നും നമുക്കത് മാറ്റിവെക്കാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ വാഗമണിലെ ക്യാമ്പും നടത്തി, സെഷൻസും നടക്കുന്നുണ്ട്. പക്ഷേ എനിക്കിപ്പോൾ പഴയ പോലെ ഫുൾ ഫ്ലെഡ്ജ് ആയിട്ട് രാവിലെയും രാത്രിയും ഒന്നും എനിക്ക് സെഷൻസ് എടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ എനിക്ക് എൻ്റെ എല്ലാ ക്ലയൻസിനോടും എൻ്റെ പ്രശ്നങ്ങൾ എനിക്ക് പറയാൻ പറ്റില്ലല്ലോ. പക്ഷേ ഞാൻ പറയുന്ന ക്ലയൻസ് അവർ നമ്മളെ മനസ്സിലാക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ. സത്യം പറഞ്ഞാൽ ഞാൻ ഇപ്പം തന്നെ വീഡിയോ എടുത്തിടാൻ കാരണം, ഇന്ന് എനിക്കൊരു സെഷൻ ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ എൻ്റെ ഈ പ്രശ്നങ്ങളൊക്കെ കാരണം ഐ ആക്ച്വലി ഫോർഗോട്ട് അബൌട്ട് ഇറ്റ്. അപ്പോൾ അതിൽ എനിക്ക് ഭയങ്കര റിഗ്രറ്റ് ആയിപ്പോയി. അയ്യോ, ഞാൻ എങ്ങനെയാണ് അത് മറന്നു പോയത്, ഞാൻ അത് ഫോളോ അപ്പ് ചെയ്തില്ല. ലാസ്റ്റ് ക്ലയൻറ്റ് എനിക്ക് ഇങ്ങോട്ട് മെസ്സേജ് അയച്ചു. ക്ലയൻറ്റ് ആണെങ്കിലും നമ്മുടെ ഒരു ഫ്രണ്ടൊക്കെയാണ്, അപ്പോൾ നമ്മളെ അറിയാം നന്നായിട്ട്. അപ്പോൾ ഇങ്ങോട്ട് മെസ്സേജ് അയച്ചപ്പോഴാണ് ഞാൻ പെട്ടെന്ന് അത് ഓർത്തു. എനിക്ക് ഭയങ്കര ഗിൽറ്റായി. ആൻഡ് ഐ ടോൾഡ് ഹർ ഓപ്പൺലി ആസ് വെൽ. അപ്പം ഷീ വാസ് വെരി അണ്ടർസ്റ്റാൻഡിങ്. ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ഹർ, ഒത്തിരി പേര് അതുപോലെ നമ്മുടെ അവസ്ഥ പറയുമ്പോഴത്തേക്കും അവർ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നതുണ്ടല്ലേ. അവരത്രയും മെൻ്റൽ ഹെൽത്ത് ഡൗൺ ആയിട്ട് നിൽക്കുന്നതുകൊണ്ടാണ് ഒരു കൗൺസിലറിൻ്റെ ഹെൽപ്പ് സീക്ക് ചെയ്യുന്നത്. ആ കൗൺസിലറുടെ മെൻ്റൽ ഹെൽത്ത് ഡൗൺ ആണെന്ന് പറയുമ്പം അതെല്ലാവരും അണ്ടർസ്റ്റാൻഡ് ചെയ്യണം എന്നില്ല. മെൻ്റൽ ഹെൽത്ത് അല്ല, ലൈക്ക് എൻ്റെ സിറ്റുവേഷൻസ് അങ്ങനെയാണെന്ന് പറയുമ്പോൾ അതെല്ലാവരും അണ്ടർസ്റ്റാൻഡ് ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല. അവർ അണ്ടർസ്റ്റാൻഡ് ചെയ്തില്ലെങ്കിലും ഐ വോണ്ട് ബ്ലെയിം ദം. പക്ഷേ ഐ ആം ലക്കി ഇനഫ് ദാറ്റ് എൻ്റെ ക്ലയൻസ് അങ്ങനെ എന്നെ മനസ്സിലാക്കുന്ന ടൈപ്പാണ്, അല്ലെങ്കിൽ അങ്ങനത്തെ ആളുകളെയാണ് എനിക്ക് കിട്ടുന്നത് എന്നുള്ളതിന് ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുള്ളാണ് എൻ്റെ ക്ലയൻസിൻ്റെ അടുത്ത്. ആൻഡ് ഈ ഒരു നിമിഷത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ലൈഫിൽ നമുക്ക് കുറച്ച് നല്ല സോഷ്യൽ സർക്കിൾസ് ബിൽഡ് ചെയ്യാൻ പറ്റണം.
അപ്പം ലൈക്ക് നമുക്ക് അത്ര ഒരു പ്രശ്നം വരുമ്പോൾ, അല്ലെങ്കിൽ നമ്മളെ ഇടയ്ക്ക് ഒരു വിവരവും ഇല്ലാണ്ടായി കഴിഞ്ഞാൽ എന്ത് പറ്റിയെന്ന് വിളിച്ച് ചോദിക്കാൻ പറ്റുന്ന ആളുകൾ നമുക്ക് ചുറ്റും ഉണ്ടോ എന്നുള്ളത് നമ്മൾ ആലോചിക്കണം. അതിനു മുമ്പ് നമ്മൾ അങ്ങനെ ഒരാളാണോ? കുറച്ച് നാൾ നമ്മുടെ ഒരു വേണ്ടപ്പെട്ട ഒരാളുമായിട്ട് ഒരു കോൺടാക്റ്റും ഇല്ലാണ്ടായാൽ അവർക്ക് എന്ത് പറ്റിയെന്ന് അന്വേഷിക്കാൻ നമ്മളതിൽ ഒരാളാണോ? നമ്മൾ ആരുടെയെങ്കിലും ഒരു ക്ലോസ് സർക്കിളിലുള്ള ഒരാളാണോ എന്ന് നമ്മൾ ഇടയ്ക്കൊന്ന് പരിശോധിക്കുന്നത് നന്നായിരിക്കും. സോ അങ്ങനത്തെ സർക്കിൾസൊക്കെ നമ്മൾ ബിൽഡ് ചെയ്യണം. ബിക്കോസ് എന്താണ്, എപ്പോഴാണ്, എങ്ങനെയാണ് തിങ്സ് വിൽ ടേൺ അപ്സൈഡ് ഡൗൺ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ അത്തരം ചില സർക്കിൾസ് ഉണ്ടെങ്കിലേ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. മണി cannot bring that, but people can bring that. പൈസയ്ക്ക് പൈസ തന്നെ വേണം, പക്ഷേ ആൾ വേണ്ടിടത്ത് ആൾ തന്നെ വേണം. സോ I just wanted to share these things with you, as in the importance of building very good social circles, and also like how understanding my clients are, how I'm grateful to all the people around me who are there with me ഈ പറയുന്ന സിറ്റുവേഷൻസിൽ, and my clients who equally support me, and they tell me ഞാൻ എന്തെങ്കിലും ഭയങ്കര, ബിക്കോസ് എല്ലാവർക്കും എൻ്റെ മുഖത്തുനിന്നും എൻ്റെ സൗണ്ടിൽ നിന്നൊക്കെ എല്ലാം പെട്ടെന്ന് മനസ്സിലാവുന്നു. അപ്പം ദേ ടെൽ മീ ഇഫ് യു ഹാവ് എനി പ്രോബ്ലം, ചുമ്മാന്നാണെങ്കിലും വിളിക്കാം കേട്ടോ, ക്ലയൻ്റ് ആണെന്നൊന്നും വിചാരിക്കേണ്ട. ഐ എം ലക്കി ഇനഫ് ഫോർ ദാറ്റ്. ഐ എം ഗ്രേറ്റ്ഫുൾ ടു എവ്രി വൺ. സോ എനിക്ക് നിങ്ങളോടും പറയാനുള്ളത് അതാണ്. ജസ്റ്റ് ഒരു സെൽഫ് റിഫ്ലക്ഷൻ്റെ ആവശ്യമാണ് എല്ലാവർക്കും. ട്രൈ ടു ഡു ദാറ്റ്, ആൻഡ് ഐ വിൽ ബി ഇൻ ടച്ച് വിത്ത് യു. ഞാൻ എല്ലാം പോസ്റ്റ് ചെയ്യാം. സൈഷേറിൻ്റെ പേജിൽ ആക്ച്വലി റിട്രീറ്റ് ക്യാമ്പിൻ്റെ ഇതൊക്കെ വന്നിട്ടുണ്ട്. ഭയങ്കര റെസ്റ്റ്ലെസ് ആണ്, അതാണ് എൻ്റെ കയ്യിൽ സാധനങ്ങളൊക്കെ ഇരിക്കുന്ന വീഡിയോ ഷേക്ക് ആവുന്നുണ്ടായിരിക്കാം. ഐ ജസ്റ്റ് വോണ്ടഡ് ടു സേ ദിസ്. ഇപ്പോൾ അതുകൊണ്ട് വീഡിയോ എടുത്തിട്ടതാണ്. ഭയങ്കര റാൻഡം വീഡിയോ ആണ്. ഞാൻ എൻ്റെ വർക്കൊക്കെ കഴിഞ്ഞ് വന്ന് ക്ഷീണിച്ചിരിക്കുക. സോ യാ, ദാറ്റ്സ് ഇറ്റ്. I'll keep you updated. Thank you.